നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഒരുപാട് നാളായിട്ട് ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട വീട്ടമ്മമാരെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മനസ്സുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇനി പഠിച്ചാൽ സർക്കാർ ജോലി കിട്ടുമോ? ഇത്രയും വർഷമായില്ലേ, പഠനത്തിൽ നിന്നൊക്കെ ടച്ച് വിട്ടുപോയി. അപ്പൊ ഇനി പഠിച്ചാൽ തലയിൽ കയറുമോ? ഇതൊക്കെയല്ലേ നിങ്ങളുടെ ചിന്ത? കുട്ടികളുണ്ട്, പ്രാരാബ്ദമുണ്ട്, ഇതിനിടയ്ക്ക് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുമോ? ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. എന്നാ പറയട്ടെ, ഈ ചിന്തകൾക്കൊക്കെ മറുപടിയാണ് എന്റെ വിജയം. കുറച്ചു നാൾ മുന്നേ ഈ പരിമിതികൾക്കിടയിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തി തന്നെയാണ് ഞാൻ. ഈ പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ദൃഢനിശ്ചയത്തോടുകൂടി പഠിച്ചപ്പോഴാണ് എനിക്ക് സർക്കാർ ജോലി നേടാൻ സാധിച്ചത്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്കും എത്തണ്ടേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് ആ ഒരു ലക്ഷ്യം കൈവരിച്ചത്? എന്തൊക്കെയായിരുന്നു എന്റെ സ്ട്രാറ്റജീസ്? എന്തൊക്കെയായിരുന്നു എന്റെ സ്റ്റഡി പ്ലാൻ? ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ ഇതിൽ കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ളവര് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ PDF വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോയാലോ? 2027 നടക്കാനിരിക്കുന്ന LDC എന്ന വലിയ കടമ്പ മറികടക്കാൻ ഞാൻ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ മോട്ടിവേഷൻ മാത്രമല്ല, ഒരു സ്റ്റഡി പ്ലാൻ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിയൽ സ്റ്റഡി പ്ലാനും ഒരു ബിഗ് അനൗൺസ്മെന്റും കൂടി ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് വന്നാൽ, മിക്ക ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് 10 മുതൽ 12 മണിക്കൂർ കുത്തിയിരുന്ന് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ എന്ന്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ ജോലി വാങ്ങിയത് ഹാർഡ് വർക്കിലൂടെയല്ല, സ്മാർട്ട് വർക്കിലൂടെയായിരുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു എന്റെ പ്ലാൻ? ഒന്നാമത്തത് സ്ഥിരത. എല്ലാ ദിവസവും ഞാൻ പഠിക്കുമായിരുന്നു. ഞാൻ LDC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾ പഠിക്കണം എന്ന് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഇത്ര പോർഷൻസ് ഞാൻ പഠിച്ചു തീർക്കും എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥിരത, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അപ്പൊ സ്ഥിരത, എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. ഒരു ദിവസം പോലും പഠിക്കാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ പഠിക്കുമായിരുന്നു. എനിക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും അത് പഠിച്ചു മനസ്സിലാക്കിയേ പറ്റൂ എന്ന വാശിയോടുകൂടി പഠിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്കും വേണ്ട ഒന്നാമത്തെ കാര്യം സ്ഥിരതയും കൃത്യമായ പ്ലാനിങ്ങുമാണ്. രണ്ടാമത്തെ കാര്യം സിലബസ് മനസ്സിലാക്കുക. എവിടെന്നെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി അതെല്ലാം പഠിച്ചെടുക്കുക, ആ ഒരു രീതിയല്ല. സിലബസ് കൃത്യമായി മനസ്സിലാക്കി എന്ത് പഠിക്കണം, എന്ത് ഒഴിവാക്കണം എന്ന് ആദ്യം തിരിച്ചറിയുക. സിലബസിൽ അധികം പ്രാധാന്യം കൊടുക്കേണ്ടാത്ത പോർഷൻസ് ഉണ്ടായിരിക്കും. PSC അങ്ങനെ റെയർ ആയിട്ട് 1-2 വല്ലപ്പോഴും ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനത്തെ പോർഷൻസ് ഉണ്ടാവും. അങ്ങനത്തെയൊക്കെ ടോപ്പിക്സ് നമുക്ക് ഒഴിവാക്കാം. 100-ൽ 100 മാർക്ക് കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടൂ എന്നില്ല. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊഴിവാക്കണം എന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കുക. SCERT, NCERT പാഠപുസ്തകങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. സ്കൂൾ പാഠപുസ്തകങ്ങൾ നന്നായി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ SCERT റിവിഷൻ അടിക്കുമായിരുന്നു. കിടിലമായിട്ട് റിവിഷൻ അടിക്കുമായിരുന്നു. അരച്ച് കലക്കി എവിടുന്ന് ഏത് പേജിൽ നിന്ന് ചോദിച്ചാലും പറയാന്നുള്ള രീതിയിൽ ഞാൻ പരീക്ഷ ആയപ്പോഴത്തേക്കും ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ നിങ്ങളും സെറ്റ് ആവണം കേട്ടോ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ ആ ഒരു രീതിയിലേക്ക് സെറ്റ് ആവാൻ പറ്റത്തുള്ളൂ. പിന്നെ റിവിഷനും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ പരീക്ഷയായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ നന്നായിട്ട് റിവിഷൻ അടിക്കുമായിരുന്നു കേട്ടോ. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയാവുമ്പം ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ റിവിഷൻ പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പരീക്ഷയിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് അടിക്കുന്നത്. നെഗറ്റീവ് വലിയൊരു വില്ലനാണ്. അപ്പൊ ഈ അവസാനത്തെ 15 മിനിറ്റ് നമ്മൾ ബബിൾസ് എണ്ണി നോക്കും. എത്രണ്ണം കറപ്പിച്ചോ, അയ്യോ ഇത്രയും കറപ്പിച്ചാൽ മതിയോ, എനിക്ക് ഒരുപാട് നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടും, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനിൽ കൂടുതൽ കറപ്പിച്ചു വെക്കും. ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ കറപ്പിക്കുന്നത് മിക്കതും നെഗറ്റീവ് ആവാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചെയ്യരുത്. കൃത്യമായിട്ട് അറിയാന്നുള്ള ചോദ്യങ്ങൾ വേണം കറപ്പിക്കാൻ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അറിയാന്നുള്ള ചോദ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെയിലി റിവിഷൻ അടിച്ച് പഠിച്ച് ആ ചോദ്യങ്ങളിലൂടെയൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ മുൻവർഷ ചോദ്യങ്ങളായിട്ടും വന്നിട്ടുണ്ടായിരിക്കാം, ചോദ്യങ്ങളൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു മൈൻഡോടുകൂടി ഇരുന്നാൽ മാത്രമേ പോസിറ്റീവായിട്ട് പോയി എക്സാമും എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഓടിപ്പോയി എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.
കുറെ നാളായിട്ട് പരീക്ഷ എഴുതി വരണം. അപ്പോൾ നിങ്ങൾ വലിയൊരു ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ചെയ്ത് വരുമ്പം അതിന്റെ റിസൾട്ടും 100% നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പരീക്ഷ ആവരുത് ആ LDC എക്സാം എന്ന് പറയുന്നത്. കുറെ പരീക്ഷകൾ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ LDCയുടെ മുൻവർഷ ചോദ്യമാണെങ്കിലും 10th ലെവലിന്റെ മുൻവർഷ ചോദ്യമാണെങ്കിലും ഇതൊക്കെ പരീക്ഷയുടെ രൂപേണ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിൽ വേണം നിങ്ങൾ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ നിരന്തരം ഞാൻ റിവിഷൻ അടിക്കുകയും ചെയ്തു. പക്ഷെ എനിക്കറിയാം നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലേ. അതിനുവേണ്ടി ഞാനൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാം. അതിന്റെ ഇടയ്ക്ക് വേറൊരു ബിഗ് അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. LDC 2027 ബാച്ച് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച കൃത്യമായ രീതിയിൽ ഞാൻ എങ്ങനെ പഠിച്ച് ജോലി വാങ്ങിച്ചോ ആ ട്രിക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം പരീക്ഷ കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. LDC 2027 ബാച്ച് ക്ലാസ് ആണ്. അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് കയറി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരെ ഒന്നും ബാച്ചില് കയറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിലെ ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഐഫോണിൽ കിട്ടും, ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടും, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. ഓക്കെ, എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് കോഴ്സ് ആയിരിക്കും. ഫുൾ സിലബസ് കവറേജ്, SCRT, അതുപോലെ പഴയ SCRT, പുതിയ രണ്ടും കാണും. പുതിയ SCRTയും പഴയ SCRTയും ഉണ്ടായിരിക്കും. മുൻവർഷ ചോദ്യ പേപ്പറിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള പാക്കേജ് ആണ് നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെയുള്ള വാലിഡിറ്റിയിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ സെറ്റ് അല്ലേ? നമ്മുടെ കൂടെ കൂടിക്കോളൂ. ജോലി നേടിയ ഒരാളുടെ കൂടെ കൂടിക്കോളൂ. പ്രോപ്പർ ഗൈഡൻസിൽ ഞാൻ നിങ്ങളെ സർക്കാർ ജോലിയിലേക്ക് നയിക്കാം. ഓക്കെ, അപ്പോ 2027 LDC പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അന്ന് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ജോയിൻ ചെയ്തോളാം. ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നാൽ എത്രത്തോളം സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നോർത്ത് നിങ്ങൾ റിഗ്രറ്റ് അടിക്കും. അപ്പോൾ അങ്ങനെയല്ല ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് നിങ്ങൾ നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ച് അതൊക്കെ കവർ ചെയ്ത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LDC പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഈ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റണം: ഞാൻ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഉപയോഗിച്ച് പഠിച്ചു. LDC പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. നാളെ നിങ്ങൾക്കും നേടാം. ഇന്ന് തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ചേരുക. ഓക്കെ, പറയാൻ പറ്റില്ലേ? ഇനി നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ പറയാം. നിങ്ങൾ ഇപ്പോ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ജോലി ചെയ്യുന്ന വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരട്ടെ. LDC 2027 LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ സ്ലോട്ടായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്ലോട്ട് രാവിലെ 1 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളിപ്പോ 5 മണിക്ക് എഴുന്നേക്കുന്ന ആൾക്കാരാണെങ്കിൽ 5 മണി തൊട്ട് 6 മണി വരെയുള്ള 1 മണിക്കൂർ. 5:30 എഴുന്നേക്കുന്നവരാണെങ്കിൽ 5:30 തൊട്ട് 6:30 വരെയുള്ള 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ലേ? ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു പോയാൽ മതി. കാരണം കുറച്ച് സമയം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പഠിച്ചു പോവാ. ഈ കുറച്ച് പഠിക്കുന്ന കാര്യം നിരന്തരം ചെയ്ത് കഴിഞ്ഞാൽ 2027 LDC ആകുമ്പോൾ നിങ്ങൾ സെറ്റാണ്, പക്കയാണ്. ഓക്കെ, അപ്പൊ സ്ലോട്ട് 1 നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഫ്രഷ് മൈൻഡ് സെഷൻ ആണ്. അതായത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫ്രഷ് മൈൻഡ് സെഷൻ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കയറും. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് സമയമേ ആവശ്യവും വരുന്നുള്ളൂ. ഈ രാവിലെ എണീറ്റൊന്ന് ഫ്രഷ് മൈൻഡോടുകൂടി ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ പഠിക്കാൻ എടുക്കുന്ന 2 മണിക്കൂർ ഈ രാവിലത്തെ 1 മണിക്കൂറിന് തുല്യമാണ്. അത്രയും പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് കയറും. അപ്പൊ കുറച്ച് സമയം വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, കുറച്ച് സമയം വേണ്ട വിഷയങ്ങളൊക്കെ ഈ സമയത്ത് പഠിക്കാം. വീട്ടു ജോലികൾ തുടങ്ങുന്നതിന് മുൻപോ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുൻപോ ഉള്ള സമയത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കടുപ്പമുള്ള വിഷയം, അതായത് മാത്സ് ആകാം, ഇംഗ്ലീഷ് ആകാം, സയൻസ് ആകാം, ഇതൊക്കെയാണ് പൊതുവെ വീട്ടമ്മമാർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിരിക്കുന്ന വിഷയങ്ങൾ. ഇത് ഫ്രഷ് മൈൻഡിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ രാവിലത്തെ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഫ്രഷ് മൈൻഡ് സെഷൻ ആണ്.
ഇനി രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് വീട്ടുജോലി ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ നിങ്ങൾ ജോലികളൊക്കെ ഒതുങ്ങിയിരിക്കുന്ന സമയമാണ്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ. ആ സമയത്ത് പാസീവ് ലേണിംഗ് ആണ്. ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലിക്ക് ഇടയിലോ ഒക്കെ അധികം ബുദ്ധിമുട്ടില്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കുക. കാരണം ഉറക്കം വരുന്ന സമയമാണ്. ജോലിക്കിടയിലാണെങ്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അധികം ബുദ്ധിമുട്ടില്ലാത്തവയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും മൈൻഡിൽ അതൊരു റിവിഷനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാതെ ഉദാഹരണം മലയാളം അതുപോലെ കറണ്ട് അഫയേഴ്സ് വായിക്കാം, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ് കേൾക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. ഉച്ചയ്ക്കുള്ള 1 മണിക്കൂർ. ഓക്കെ. 24 മണിക്കൂറിൽ ആകെ 3 മണിക്കൂർ മാത്രമേ ആദ്യത്തെ ദിനങ്ങളിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. സ്ലോട്ട് 3, അതായത് രാത്രി 1 മണിക്കൂർ എന്ന് പറഞ്ഞ പ്രാക്ടീസ് സെഷൻ ആണ്. ഈ പ്രാക്ടീസ് സെഷൻ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ സമയമാവുമ്പോൾ നിങ്ങൾ അന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഈ 3 സ്ലോട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിരന്തരം, ഇന്നിപ്പോ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സമയത്ത് എത്രയോ മാസങ്ങൾ ഇനി കിടക്കുന്നു. ഇത് നിരന്തരം നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കിടിലമാകും. ഇന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് പഠിച്ചു, പിന്നെ 10 ദിവസം കഴിഞ്ഞ് പഠിച്ചു. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 24 മണിക്കൂറിൽ 3 മണിക്കൂർ മാത്രമേ ഞാൻ LDCക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറയുന്നുള്ളൂ. ഈ 3 മണിക്കൂർ നിരന്തരം എല്ലാ ദിവസവും, ഈ 365 ദിവസവും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലേ? പറ്റണം. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അത് മാറ്റി വെക്കുക തന്നെ ചെയ്യണം. ഇനി ശനിയും ഞായറും വാരാന്ത്യങ്ങളിൽ വീക്കെൻഡ്സിൽ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എഴുതി നോക്കുക, അല്ലെങ്കിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയായിട്ട് എഴുതി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റണം. അങ്ങനെ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ. നിങ്ങളിലുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഓക്കെ. പിന്നെ ഈ പ്ലാൻ കേൾക്കുമ്പോൾ അയ്യേ ഇത്രയേ ഉള്ളോ, സിമ്പിൾ അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇത് നടപ്പിലാക്കി എടുക്കാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണ്ടേ? ആ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി ഒരു 3 മണിക്കൂറിന്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണത്തുള്ളൂ. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തി ഒരു 3 മണിക്കൂർ നമുക്ക് തരാൻ പറ്റത്തില്ലേ? ഒരു 3 മണിക്കൂർ നിരന്തരം നിങ്ങൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ 2027 LDC നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഇപ്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലളിതമായിട്ട് തന്നെ പഠിച്ചു പോകാനും പറ്റും. അധികം സ്ട്രെസ് ഇല്ലാതെ പഠിച്ചു പോകാനും പറ്റും. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനും പറ്റും. റിവിഷൻ ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ വീക്ക്ലി എക്സാംസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ആപ്പിൽ തന്നെ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. പിന്നെ എന്തിന് നമ്മുടെ കോഴ്സിൽ ചേരണം, എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ്. ഫ്ലെക്സിബിൾ ടൈമിംഗ്, അതായത് വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും സൗകര്യപ്രദമായ രീതിയിൽ എപ്പോ വേണമെങ്കിലും കാണാവുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും അവൈലബിൾ ആക്കുന്നത്. ക്ലാസ് കണ്ടിട്ട് എപ്പോ വേണമെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ഡൗട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതായത് എന്റെ നേരിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും. എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും. ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. കാരണം ആ ഒരു രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. സ്റ്റഡി പ്ലാൻ ഇല്ലാതെ റാൻഡം ആയിട്ട് പഠിപ്പിക്കുകയല്ല, കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരും. ഞാൻ പ്ലാൻ ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രം മതി. പരീക്ഷകൾ ഉണ്ടായിരിക്കും. പരീക്ഷ എഴുതി പോയേ പറ്റത്തുള്ളൂ. എക്സാം റിവിഷൻ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പരീക്ഷകൾ ഉണ്ടായിരിക്കും. പഠിച്ചത് വിലയിരുത്താൻ ടോപ്പിക് വൈസ് പരീക്ഷകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഓക്കെ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ബാച്ച് കോഴ്സിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങുന്നത് വരെ എനിക്ക് കാണണം. ഓക്കെ. അപ്പൊ എക്സാം വരെ നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഹർഷിതം എഡ്യൂടെക് ആപ്പ് വഴി പഠിച്ചാണ് എനിക്ക് LDC പരീക്ഷയിൽ 1ാം റാങ്ക് നേടാനായത്. നാളെ നിങ്ങൾക്കും സാധിക്കും. ഇന്ന് തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ചേരും. ഓക്കെ. പറയുമല്ലോ അല്ലേ?
അപ്പൊ PSC ജോലി എന്നത് ഒരു സ്വപ്നമല്ല, നമ്മൾ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇനി വീട്ടമ്മമാരെ, പ്രിയപ്പെട്ട വീട്ടമ്മമാരെ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ച് ഗവൺമെന്റ് ജോലി വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ S എന്നൊന്ന് കമന്റ് ചെയ്തിരിക്കുക. ഞാൻ സ്ലോട്ട് പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കൂ. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങളുടെ ലൈഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, താങ്ക് യു.